പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഇന്നലെ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് ഹിക്കല്ലയോ എന്ന താരത്തിൻ്റെ WWE വേണ്ടിയിട്ടുള്ള ഡെബ്യൂ അവർ നടത്തിയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഹിക്കല്ലയോ WWE കോൺട്രാക്റ്റ് സൈൻ ചെയ്തതിന് ശേഷം കളിക്കുന്ന ആദ്യ മത്സരമായിരുന്നു ഇന്നലെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് നടന്ന അദ്ദേഹത്തിൻ്റെ സിംഗിൾസ് മത്സരം. ഡാർക്ക് മാച്ചായിട്ട് നടന്ന മത്സരത്തിൽ ഹിക്കല്ലയോ വിജയിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പ്രെറ്റി ഡെഡ്ലി ടീമിലെ അംഗത്തിനെതിരെയാണ് ഹിക്കല്ലയോ ഡെബ്യൂ മാച്ച് കളിച്ചത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഹിക്കല്ലയോയെ സ്മാക്ഡൗണിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത തലേ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടായിരുന്നു. പക്ഷേ അതിന് മുൻപ് ഹിക്കല്ലയ്ക്ക് ഒരു ഡെബ്യൂ മാച്ച് കൊടുത്ത് കാണികൾക്ക് മുന്നിൽ അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള തീരുമാനമാണ് ക്രിയേറ്റീവ് ടീം എടുത്തിട്ടുള്ളത്. ഹിക്കല്ലയോ ടോങ്ക ലോവ തുടങ്ങിയവരുടെ സഹോദരൻ ആയതുകൊണ്ട് തന്നെ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിൽ തന്നെയായിരിക്കും താരത്തെ പ്രസൻറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ അത്തരത്തിലുള്ള സ്റ്റോറി ഡെവലപ്മെൻറ്റും പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് അടുത്ത റോമൻ റെയിൻസ് ആയിട്ട് ജെ ഊസോയെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയെ സംബന്ധിച്ചാണ്. അടുത്ത റോമൻ റെയിൻസ് എന്ന് പറയുമ്പോൾ റോമൻ റെയിൻസിൻ്റെ ഫേസ് ക്യാരക്ടറിനെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. റോമൻ റെയിൻസിൻ്റെ ഫേസ് ക്യാരക്ടറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. റോമൻ റെയിൻസിൻ്റെ ഫേസ് ക്യാരക്ടറിനെ എങ്ങനെയാണ് വിൻസ് മിക്മാൻ ബുക്ക് ചെയ്തിരുന്നത് എന്നുള്ളത്. റോമൻ റെയിൻസിൻ്റെ ഫേസ് ക്യാരക്ടറിന് വലിയ ഓവർ പുഷ് കൊടുത്തപ്പോൾ, അദ്ദേഹത്തിന് അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ റോമൻ റെയിൻസിന് സ്ഥാനം കൊടുത്തപ്പോൾ അന്ന് കാണികൾ എല്ലാവരും ഒരുമിച്ച് റോമൻ റെയിൻസിനെ കൂവി. അത് റോമൻ റെയിൻസിനെ പ്രസൻറ്റ് ചെയ്ത വിൻസ് മിക്മാന് വലിയൊരു അടിയായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തെ വില്ലനാക്കിക്കൊണ്ട് ട്രൈബൽ ചീഫ്, ഹെഡ് ഓഫ് ദ ടേബിൾ, ബ്ലഡ് ലൈൻ എന്ന ഫാക്ഷൻ തുടങ്ങിയ സ്റ്റോറി ലൈനുകൾക്ക് വിൻസ് മിക്മാൻ തുടക്കം കുറിച്ചത്. അതിനുശേഷമുള്ള ഒരു റണ്ണാണ് റോമൻ റെയിൻസിൻ്റെ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഫേസായി നിന്നിരുന്ന റോമൻ റെയിൻസിന് ഓവർ പുഷ് കൊടുത്തപ്പോൾ എന്താണോ നേരിട്ടത് അതേ ഒരു സിറ്റുവേഷനാണ് നിലവിൽ ജെ ഊസോയും നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ റോ എപ്പിസോഡിൽ ജെ ഊസോ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഗിന്ദറിനെതിരെ ഡിഫെൻഡ് ചെയ്തു. മത്സരത്തിൽ പരാജയപ്പെട്ടു, ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടു. ഇനി ജെ ഊസോ എന്ത് എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്ന സമയത്ത് ജെ ഊസോയ്ക്ക് അടുത്ത മത്സരം കൂടി ഇപ്പോൾ റോയിലേക്ക് WWE കൺഫേം ചെയ്തിരിക്കുന്നു. അത് മിസ്റ്ററി റെസ്ലറായിട്ട് ആര് വരും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ, പലരുടെയും പേര് പ്രതീക്ഷിക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന, കഴിഞ്ഞ എല്ലാ എപ്പിസോഡുകളിലും നമ്മൾ കണ്ട ജെ ഊസോയെ ആ മിസ്റ്ററി റെസ്ലറായിട്ട് അവർ അനൗൺസ് ചെയ്യുന്നു. അതായത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ റൗണ്ടിലെ അവസാനത്തെ മത്സരത്തിൽ ഷെയ്മസ്, ബ്രോൺസൺ റീഡ്, റൂസേവ് തുടങ്ങിയവർക്കെതിരെ മത്സരിക്കാൻ ഇറങ്ങുന്നത് ജെ ഊസോ ആണെന്നുള്ളത് ആദം പിയേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലൂടെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ജെ ഊസോയ്ക്ക് നിലവിൽ കൊടുക്കുന്നത് ഓവർ പുഷാണ് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവ് ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ച വേൾഡ് ടൈറ്റിൽ പരാജയപ്പെട്ടു, അടുത്ത ആഴ്ച ടൂർണമെൻറ്റിൽ ഒരു മേജർ റോള് കിട്ടുന്നു. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ഫേസ് ക്യാരക്ടറിൽ റോമൻ റെയിൻസിനെ എങ്ങനെയാണ് പുഷ് ചെയ്തിരുന്നത് അതേ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ജെ ഊസോയ്ക്ക് നേരിടാൻ പോകുന്നത്. അപ്പോൾ ജെ ഊസോയെ അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ അവർ സ്ഥാനമാനങ്ങൾ കൊടുത്ത് വലിയ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊരിക്കലും സക്സസ് ആയില്ല. അതിൻ്റെ ഒരു തെളിവും ഇൻസ്റ്റഗ്രാമിൽ അവർ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ജെ ഊസോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കമൻറ്റും അവിടെ കാണാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും കിരൺ ക്രോസ് എന്ന് പറയുന്ന റെസ്ലറിനെ ആ മിസ്റ്ററി പാർട്ടിസിപ്പൻ്റായിട്ട് കാണാനായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മറ്റൊരു സർപ്രൈസ് റിട്ടേൺ ആയിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്നും കാണിക്കാതെ ജെ ഊസോയെ തന്നെ അനൗൺസ് ചെയ്തത് വലിയ രീതിയിലുള്ള ആരാധക ബാക്ക്ലാഷിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനെ എങ്ങനെ WWE തരണം ചെയ്യും, ജെ ഊസോയ്ക്ക് അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ കൊടുത്ത് അവർ എങ്ങനെ ഇതിനെയൊക്കെ നേരിടും എന്നുള്ളത് ഒക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിലൂടെ കണ്ടു തന്നെ അറിയണം. മൂന്നാമത്തെ അപ്ഡേറ്റ്, WWE മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഒരു ലൈവ് ഇവൻറ്റ്, സൂപ്പർ ഷോ എന്ന് പേര് കൊടുത്തിട്ടുള്ള ലൈവ് ഇവൻറ്റിൻ്റെ ഡേറ്റുകളെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മെക്സിക്കോയിൽ ജൂലൈ 19-ാം തീയതി, 27-ാം തീയതി തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ ഈ ഒരു സൂപ്പർ ഷോ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് മത്സരിക്കുമ്പോൾ മെക്സിക്കൻ റിലേറ്റഡ് ആയിട്ടുള്ള റെസ്ലേഴ്സ്, അതായത് മാസ്കൊക്കെ ഇട്ട് വരുന്ന റെസ്ലേഴ്സിനായിരിക്കും കൂടുതൽ പരിഗണന കൊടുക്കാൻ പോകുന്നത്. അതിന് പ്രകാരം കുറച്ച് പുഷൊക്കെ ഈ ലൂച്ച ലിബ്ര ഹിസ്റ്ററിയുള്ള റെസ്ലേഴ്സിന്, പെൻഡ, റേ ഫിനിക്സ് തുടങ്ങിയവർക്കൊക്കെ ജൂലൈ മാസത്തോട് കൂടിയിട്ട് വീക്കിലി എപ്പിസോഡുകളിൽ കൊടുക്കാനും സാധ്യതയുണ്ട്. നാലാമത്തെ അപ്ഡേറ്റ് CM പങ്കിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ സമരങ്ങളുണ്ട്. ആ സമരങ്ങളിൽ ഒന്നിൽ, അതായത് CM പങ്കിൻ്റെ ഹോം ടൗൺ ആണ് ഷിക്കാഗോയിൽ വെച്ച് നടന്ന സമരങ്ങളിൽ ഒന്നിൽ CM പങ്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. CM പങ്ക് അവിടെ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത ആളുകൾക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു. പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ CM പങ്ക് പോകുന്ന വഴിയിൽ അങ്ങോട്ടേക്ക് കയറിയതാണ് എന്ന് തോന്നുന്നില്ല. അതിൽ പങ്കെടുക്കണം എന്നുള്ളൊരു താല്പര്യം മൂലം CM പങ്ക് അങ്ങോട്ടേക്ക്
പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള സമരമാണ്, എന്തിനു വേണ്ടിയിട്ടുള്ള സമരമാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വ്യക്തമായി അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നിലവിൽ നമുക്ക് വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ചിലപ്പോൾ CM പങ്കിന് എതിരെ എന്തെങ്കിലുമൊക്കെ ഒരു നടപടി ഉണ്ടായേക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കൃത്യമായി നമുക്കൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഈ സമരത്തിൻ്റെ ഇടയിൽ വന്ന പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ഒപ്പം CM പങ്ക് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ആ സമരത്തിൽ ഭാഗമാകാൻ CM പങ്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. CM പങ്കിൻ്റെ നെക്സ്റ്റ് മാച്ച് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സീനയുടെ ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യുന്ന ഒരു മത്സരമാണ്. അപ്പോൾ ഒരു ഗംഭീര ഒരു മത്സരം CM പങ്കിന് കാത്തിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് CM പങ്ക് ഇത്തരത്തിൽ സമരങ്ങളിൽ പങ്കെടുത്തു എന്നുള്ള ഒരു വാർത്തയും കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഊസോസ് എന്ന WWE എക്കാലത്തെയും മികച്ച ടാഗ് ടീമുകളിൽ ഒന്ന് റീയൂണിയൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയെ സംബന്ധിച്ചാണ്. ഈ ഒരു റൂമർ 2 ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തേക്ക് വന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ജെ ഊസോ ഗുന്തറിനെതിരെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് പരാജയപ്പെട്ടതിന് ശേഷം ജെ ഊസോയുടെ ഭാവി എന്ത് എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ചില വെബ്സൈറ്റുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു റൂമർ പുറത്തേക്ക് വന്നത്. ജെ ഊസോ വേൾഡ് ടൈറ്റിൽ പരാജയപ്പെടാനുള്ള മുഖ്യമായിട്ടുള്ള ഒരു കാരണം അത് ഗുന്തറിനെ വേൾഡ് ചാമ്പ്യൻ ആക്കി ചാമ്പ്യൻഷിപ്പിനെ റിലേവേറ്റ് ചെയ്യുക എന്നുള്ളതിൽ മാത്രമല്ല, ടാഗ് ടീം ഡിവിഷനെ ഒന്നും കൂടി നല്ല രീതിയിൽ പരിഗണിക്കാൻ ഊസോസിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുൻ ചാമ്പ്യന്മാരുടെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ജെ ഊസോയെയും ജിമ്മി ഊസോയെയും റീയൂണിയൻ ചെയ്യിപ്പിച്ച് ഊസോസ് എന്ന ടാഗ് ടീമിനെ ടാഗ് ടീം ഡിവിഷനിലേക്ക് ഇട്ട് അവർക്കൊരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം സമ്മർ സ്ലാമിലേക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതികൾ ഉണ്ട് എന്നുള്ള തലത്തിലുള്ള ഒരു വാർത്തകളും വന്നിരുന്നു. അപ്പോൾ ഊസോസിൻ്റെ റീയൂണിയൻ ഇനി വരുന്ന ആഴ്ചകളിൽ അവർ കാണിച്ചേക്കാം. പക്ഷേ ജിമ്മിയും ജെയും 2 വ്യത്യസ്ത ബ്രാൻഡുകളിലാണ് ഉള്ളത്. ഇവരെ എങ്ങനെ ഒരുമിക്കും, ഇവരെ എങ്ങനെ ടാഗ് ടീം ആക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആർക്കെതിരെ ഇവരുടെ ആദ്യ സ്റ്റോറി നടക്കും എന്നുള്ളതും ഒരു ചോദ്യമാണ്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു റൂമർ പുറത്തേക്ക് വരുന്നുണ്ട്. ഊസോസ് റീയൂണിയൻ ചെയ്യുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.